ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സീതാരാമലക്ഷ്മണന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന രഥം അയോധ്യയിൽ നിന്നും ഏതാണ്ട് 2 യോജന ദൂരത്തിലെത്തിയപ്പോൾ നേരം സന്ധ്യ മയങ്ങി. അപ്പോഴും പൗരാവലികൾ രാമ രാമചന്ദ്ര എന്ന് വിളിച്ചുകൊണ്ട് രഥത്തെ അനുഗമിച്ചുകൊണ്ടിരുന്നു. തമസാ നദീ തീരത്ത് ജനവിവർജിതമായൊരു സ്ഥലത്ത് അവർ എത്തി. അന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടുവാൻ അവർ തീരുമാനിച്ചു. രാമൻ നിരാഹാരനായി ജലം മാത്രം പാനം ചെയ്ത് ജാനകിയോടുകൂടി ഒരു വൃക്ഷമൂലത്തിൽ ശയനം ചെയ്തു. ആയുധപാണിയായി കാവലായ ലക്ഷ്മണൻ സമീപത്തും നിലയുറപ്പിച്ചു. സുമന്ത്രർ നിദ്ര പിടിഞ്ഞ് സുമിത്രാത്മജനുമായി ഓരോ ദുഃഖവർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടടുത്തിരുന്നു. യാത്രാക്ഷീണവും നിരാഹാരത്വവും മൂലം പൗരവൃന്ദം പെട്ടെന്ന് ഗാഢനിദ്രയിൽ മുഴുകിപ്പോയി. ഉറക്കം നടിച്ചു കിടന്ന ദാശരഥി എഴുന്നേറ്റു. നേരം വെളുത്താൽ പൗരസമൂഹം തന്നെ അനുഗമിക്കും എന്നറിയാവുന്ന ശ്രീരാമൻ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റ് തേരിൽ കയറി ശബ്ദമുണ്ടാക്കാതെ അയോധ്യയ്ക്ക് അഭിമുഖമായി കുറെ ദൂരം യാത്ര ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മന്ത്രിസത്തമ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കൊള്ളാം. അങ്ങ് രഥവും കൊണ്ട് നേരെ അയോധ്യയിലേക്ക് പോയിക്കൊള്ളൂ. ജനങ്ങൾ ഉണരുമ്പോൾ രഥം തിരിച്ചുപോയ പാട് കണ്ട് അവരും മടങ്ങിപ്പോയിക്കൊള്ളും. രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് മന്ത്രിസത്തമൻ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ജാനകി സമേതം രാമൻ മെല്ലെ മെല്ലെ നടന്ന് സൂര്യോദയത്തിന് മുമ്പായി ഗംഗാതടത്തിലെ ശൃംഗിപേരപുരത്തിലെത്തി. അവിടെ ഒരു ശിംശിപ വൃക്ഷമൂലത്തിൽ വിശ്രമിച്ചു. നേരം വെളുത്ത് പൗരസഞ്ചയം ഉണർന്നപ്പോൾ സീതാരാമന്മാരെയോ ലക്ഷ്മണനെയോ സുമന്ത്രരെയോ രഥത്തെയോ കാണുവാനില്ല. തേര് അയോധ്യയിലേക്ക് തിരിച്ചുപോയ ചക്രപ്പാടുകളും കുതിരക്കുളമ്പിന്റെ ചിഹ്നങ്ങളും കണ്ട് രാമാദികൾ തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ സന്തോഷപൂർവ്വം അവരും അയോധ്യയിലേക്ക് തിരിച്ചു. ശൃംഗിപേരം ഒരു നിഷാദ രാജ്യമായിരുന്നു. ഗുഹൻ എന്നു പേരുള്ള ഒരു ഭക്തനായ മുക്കുവനായിരുന്നു അതിന്റെ അധിപതി. രാമചന്ദ്രൻ തിരുവടികൾ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് അദ്ദേഹം പുഷ്പഫലസമൃദ്ധമായ ഉപഹാരങ്ങളുമായി വന്ന് ദാശരഥിയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. രാമഭദ്രൻ ഗുഹനെ തിരുമാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. അവിടെ വെച്ച് നാരദന്റെ പൂർവ്വകഥ പറയുകയാണ്. പണ്ട് ഉപബർഹണൻ എന്ന ഒരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. ഭോഗാസക്തനായി സ്ത്രീകളും ഒരുമിച്ച് സദാ കാമലീലകളാടി വനവീഥിയിൽ സഞ്ചരിച്ചു. അവൻ പല അധർമ്മങ്ങളും ചെയ്തു വന്നു. അതിന്റെ ഫലമായി അവൻ രാക്ഷസനും മലിന ശരീരനുമായി ഭവിച്ചു. അക്കാലത്ത് മാമുനികളെ പിടിച്ചു ഭക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവന്റെ പ്രധാന തൊഴിൽ. അങ്ങനെ അവൻ നീചനും നിന്ദിനും ആയിത്തീർന്നു. ഒരിക്കൽ അവൻ ഏതാനും ബ്രഹ്മർഷികളെ ആക്രമിച്ചപ്പോൾ അവർ അവന് ചില തത്വോപദേശങ്ങൾ നൽകി മാനസാന്തരം വരുത്തി. അതനുസരിച്ച് അവൻ തന്റെ രാക്ഷസീയത്വം വെടിഞ്ഞ് നിർമ്മല ഹൃദയനായി നാൻമുഖനെ തപം ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി ബ്രഹ്മജ്ഞാനിയായി തീരുകയും തൽഫലമായി അവൻ ചോദിച്ച ബ്രഹ്മപുത്രത്വം അവന് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് നാരദൻ. ഹൃദയം ശുദ്ധമായപ്പോൾ മറ്റുള്ള മാലിന്യങ്ങളെല്ലാം അകന്നു. അതാണ് അതിലുള്ള പരമരഹസ്യം. ഗുഹൻ പറഞ്ഞു, അടിയൻ കുറച്ച് ഫലമൂലാദികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവ ഭക്ഷിച്ച് സംതൃപ്തിയോടെ അടിയന്റെ കുപ്പമാടത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളണം. എന്നാൽ സത്യപരിപാലനാർത്ഥം 14 വർഷത്തെ വനവാസത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. ആ കാലത്തിനിടയിൽ കാടിനു വെളിയിലുള്ള മറ്റൊരുത്തന്റെ ആലയത്തിലോ പുരത്തിലോ പ്രവേശിക്കുകയോ മറ്റൊരാൾ നൽകുന്ന ആഹാരം ഭക്ഷിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് ഗുഹന്റെ സൽക്കാരം സ്വീകരിക്കാൻ സാധിക്കാത്തതിൽ കുണ്ഠിതപ്പെടരുതെന്ന് രാമൻ പറഞ്ഞു. ഈ ചെറുപ്രായത്തിൽ വനവാസത്തിന് പുറപ്പെടാൻ കാരണമെന്തെന്ന് ഗുഹൻ അന്വേഷിച്ചു. രാമൻ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഗുഹനെ പറഞ്ഞു കേൾപ്പിച്ചു. ഗുഹൻ സങ്കടവും കോപവും സ്ഫുരിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, ചക്രവർത്തി തിരുമനസ്സുകൊണ്ടും ഇളയ മഹാരാജ്ഞി തിരുമനസ്സുകൊണ്ടും അധർമ്മമാണല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് ചോദിക്കാനും പറയാനും അയോധ്യയിൽ ആരും ഉണ്ടായില്ലെന്നോ? രാമൻ പറഞ്ഞു, ചോദിക്കാനും പറയാനും അവിടെ ആരും ഉണ്ടാകാഞ്ഞിട്ടല്ല, ഇത് വിധി നിശ്ചയമാണ്. ഇത് തടുക്കാനോ മുടക്കാനോ ആർക്കും സാധ്യമല്ല. എന്നാൽ വനവാസത്തിനായി രാമന്റെ കൂടെ ഗുഹനും പോകാൻ തയ്യാറായി. പക്ഷേ രാമൻ സമ്മതിച്ചില്ല. വടക്ഷീരം കൊണ്ടുവരാൻ രാമൻ ഗുഹനോട് പറഞ്ഞു. അതനുസരിച്ച് മരച്ചാറ് കൊണ്ടുവന്നു. ആ മരച്ചാറെടുത്ത് വാർക്കേശത്തിൽ പുരട്ടി രാമനും ലക്ഷ്മണനും പല ജടകളാക്കി മുടി ഇങ്ങനെ പിരിച്ചിട്ട്
അവയെല്ലാം കൂടി ഒന്നായി ചേർത്ത് തലയിൽ ഒരു കിരീടം പോലെ കെട്ടിവെച്ചു. ഗുഹൻ കാണിച്ചു കൊടുത്ത ഫലപൂർണങ്ങളായ തോട്ടങ്ങളിൽ നിന്നും സൗമിത്രി സംഭരിച്ച മധുരപക്വങ്ങൾ ഭക്ഷിച്ചും ഗംഗാജലം പാനം ചെയ്തും അന്ന് അവർ ആ പാദവ കുളിർത്തണലിൽ സുഖമായി വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ അവർ ഗംഗ കടന്നു. മന്ദാകിനിയുടെ വിരിമാറിൽ ഇന്ദിരാവല്ലഭൻ എഴുന്നള്ളുന്നത് കാണുവാൻ വൃന്ദാരക വൃന്ദം വിഹായസിൽ വന്നു നിറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ശതക്കണക്കിന് തോണികൾ ഗംഗയുടെ വശസിൽ വരി വരിയായി നിറഞ്ഞു. ഏറ്റവും വലിയതും ഏറ്റവും മനോഹരമായതുമായ ഒരു വലിയ നൗകയിൽ രാമന്റെ തൃക്കൈ പിടിച്ച ഗുഹൻ അകത്ത് കടത്തി നടുപ്പടിയിൽ ഇരുത്തി. സീതയും ലക്ഷ്മണനും കയറി അവർ യാത്രയായി. ഗുഹൻ തുഴയുന്നതിനിടയിൽ ഉച്ചത്തിൽ രാമശബ്ദം മുഴക്കിക്കൊണ്ടിരുന്നു. തങ്ങളുടെ നേതാവിനെ അനുകരിച്ച് രാമചന്ദ്രന്റെ എഴുന്നള്ളുന്നു ശ്രീരാമചന്ദ്രൻ എന്ന വർദ്ധിച്ച ശബ്ദത്തോടെ നിറഞ്ഞ ഭക്തിയോടെ പ്രഘോഷിച്ചു. അമ്പരതലമാകെ രാമശബ്ദത്താൽ മുഖരിതമായി. അങ്ങകലെയുള്ള ലങ്കയിലെ രാവണ സിംഹാസനം ഒന്ന് അകാരണമായി ഇളകി. ഗംഗയുടെ മധ്യഭാഗത്ത് വന്നപ്പോൾ ജനകാത്മജ ഗംഗാദേവിയെ ധ്യാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവർ ഗംഗ കടന്ന് ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തി. 14 വർഷം കഴിയുമ്പോൾ തമ്മിൽ കാണാമെന്ന് രാമൻ ഗുഹനെ സമാധാനിപ്പിച്ചു. അവിടെ വെച്ച് നിറകണ്ണുകളോടെ ഗുഹൻ വേർപിരിഞ്ഞു. ഭരദ്വാജൻ രാമാദികളെ അത്യന്തം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അദ്ദേഹം ചോദിച്ചു, 14 വർഷക്കാലവും ഈ ആശ്രമത്തിൽ താമസിച്ച് ഈ ഭക്തന്റെ കണ്ണിനും കരളിനും ആനന്ദ സാഫല്യമരുളണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാമൻ പറഞ്ഞു, ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അയോധ്യവാസികൾ സദാസമയവും ഇവിടെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനും പുറമെ ഈ 14 സംവത്സരക്കാലവും ഞാൻ ഇവിടെ താമസിച്ചാൽ എൻ്റെ അവതാരോദ്ദേശം നടക്കുകയില്ല. അന്ന് രാത്രി ഭരദ്വാജ് ആശ്രമത്തിൽ താമസിച്ചതിനു ശേഷം പിറ്റേന്ന് രാവിലെ കാളിന്തി നദീതീരം പ്രാപിച്ചു. ഉണങ്ങിയ മരക്കൊമ്പ് ഉപയോഗിച്ച് ഒരു ചെറിയ ചങ്ങാടം ലക്ഷ്മണൻ നിർമ്മിച്ച് അതിൽ കയറി അവർ അക്കരെ എത്തി. അങ്ങനെ അവർ ചിത്രകൂട പർവ്വതം സ്ഥിതി ചെയ്യുന്ന ഒരു മൈതാന പ്രദേശത്തെത്തി. നയനാനന്ദകരമായ ആ പുണ്യസ്ഥലികയിലാണ് വാൽമീകി മഹർഷിയുടെ ശാന്തിപൂർണമായ പർണശാല സ്ഥിതി ചെയ്തിരുന്നത്. സീതാസമേതം ദശരഥപുത്രന്മാർ തന്റെ ആശ്രമ പരിസരത്ത് എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് ശിഷ്യഗണങ്ങളും ഒരുമിച്ചെത്തി ശ്രീരാമാദികളെ എതിരേറ്റ് ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജാനകി ദേവിയെ ശിഷ്യതാപസികൾ ഒരു പുത്രിയെ എന്ന പോലെ ഓമനിച്ച് പരിലാളിച്ചു. രാമൻ വാൽമീകിയോട് പറഞ്ഞു, തങ്ങൾ അവിടെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു പറ്റിയ ഒരു പുണ്യസ്ഥലം കാണിച്ചു തരുവാൻ വാൽമീകി തൊഴുതുകൊണ്ട് ചോദിക്കുകയാണ്, പ്രഭോ ജഗന്നിവാസ, സർവ്വലോകവും അങ്ങയിൽ വസിക്കുന്നു, സർവ്വലോകത്തിലും അങ്ങും വസിക്കുന്നു. അങ്ങനെയുള്ള നെന്തിരുവടിക്ക് താമസിക്കുവാൻ ഏത് സ്ഥലമാണ് ഞാൻ കാണിച്ചു തരേണ്ടത്? വാൽമീകിയുടെ പൂർവ്വ ചരിത്രം പറയുകയാണ്. ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണ്യം സിദ്ധിച്ചിരുന്ന ഒരു അധമനായിരുന്നു ഞാൻ. എൻ്റെ ബ്രാഹ്മണ്യവും പുണ്യവും സർവവും സംത്യജിച്ച് കിരാതന്മാരുമായി കൂട്ടുപിടിച്ച് പല അക്രമങ്ങളും കഠിന കർമ്മങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. ദുരാചാരയായ ഒരു നാരിയെ ഞാൻ ഭാര്യയായും സ്വീകരിച്ചു. അവളിൽ കുറെ മക്കളും ഉണ്ടായി. കാലയാപനത്തിന് യാതൊരു മാർഗവും ഇല്ലാതിരുന്നു. ദേഹമനങ്ങി ജോലി ചെയ്ത് ജീവിക്കാനും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കളവും മോഷണവും പിടിച്ചുപറിയും ഒക്കെയായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം വനത്തിൽ വെച്ച് സപ്തർഷികൾ ആ വഴിയെ പോകുന്നത് കണ്ടു. പെട്ടെന്ന് ഓടി അടുത്ത് ചെന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അവര് സ്നേഹപൂർവ്വം ചോദിച്ചു, ഹേ കാട്ടാള, നീ എന്തിനായിട്ടാ ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ പുത്രാദികളുടെ വിശപ്പകറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ മാമുനികൾ ചോദിച്ചു, നീ എന്നും അവർക്ക് വേണ്ടി ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അവരും കൂടി അനുഭവിക്കുമോ? നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ പോയി ഈ വിവരം അവരോട് ചോദിച്ച് അവരുടെ മറുപടി എന്തെന്നറിഞ്ഞിട്ട് വരൂ. അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം. നീ തിരിച്ചു വരുവോളം ഞങ്ങൾ എങ്ങും പോവുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വാക്ക് കേട്ട് അപ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ട് ഭാര്യയോടും മക്കളോടും ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ പാപ പ്രവർത്തികളുടെ ഫലം അതിൻ്റെ വീതപ്രകാരം നിങ്ങളും അനുഭവിക്കുമോ എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ എന്തിനു അനുഭവിക്കുന്നു? അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ ഇല്ലാതെ മറ്റൊരുത്തൻ അനുഭവിക്കുമോ? അവരുടെ മറുപടി കേട്ട് ജ്ഞാനോദയമുണ്ടായ ഒരുവനെ പോലെ മാമുനിമാരുടെ മുമ്പിൽ വന്ന് താണു തൊഴുതു. കയ്യിലിരുന്ന അമ്പും വില്ലുമെല്ലാം ദൂരെ കളഞ്ഞു. അപ്പോൾ മഹാപാപമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. അവരുടെ പാദങ്ങളിൽ വീണു. അവര് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അനുഗ്രഹിച്ചു. നീ സമാധാനിക്ക്,
സ്വസ്ഥനായി മനസ്സ് ഏകാഗ്രമാക്കി ഞങ്ങൾ ഉപദേശിച്ചു തരുന്ന ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും, നിനക്ക് നന്മയുണ്ടാകും എന്ന് പറഞ്ഞു. അവരുപദേശിച്ചു കൊടുത്ത മന്ത്രം രാമ എന്നായിരുന്നു. അത് വ്യക്തമായി ഉച്ചരിക്കുവാൻ അദ്ദേഹത്തിന്റെ നാവിന് കഴിവില്ലാത്തത് കൊണ്ട് മര എന്ന് ജപിക്കുവാൻ അവര് ഉപദേശിച്ചു. ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും വരെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവര് പോയി. അദ്ദേഹം ഏകാഗ്രതയോടെ അചഞ്ചലനായി നിരാഹാരനായി അവിടെ ഇരുന്ന് മര എന്ന് ജപിച്ചു തുടങ്ങി. ജപിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ രാമ രാമ എന്ന് വ്യക്തമായി ഉച്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവനും ചിതൽ പുറ്റിനാൽ മൂടി. വളരെ വത്സരങ്ങൾ കഴിഞ്ഞ് പഴയ താപസന്മാർ 7 പേരും വീണ്ടും അവിടെ എഴുന്നള്ളി. അവർ അമിത ആനന്ദപൂർവ്വം ആ ചിതൽപുറ്റ് പൊട്ടിച്ച്, ഭക്തോത്തമ എഴുന്നേൽക്കൂ, അങ്ങ് ദിവ്യനായി ഭവിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ധ്യാനത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് അദ്ദേഹം ചുറ്റുപാടും നോക്കി. പഴയ മാമുനികൾ 7 പേരും അവിടെ നിൽക്കുന്നു. അവരുടെ പാദങ്ങളിൽ വീണ് അദ്ദേഹം നമസ്കരിച്ചു. അവർ പറഞ്ഞു, രാമനാമ ജപമാഹാത്മ്യത്താൽ അങ്ങൊരു ബ്രഹ്മർഷിയായി ഭവിച്ചിരിക്കുന്നു. ചിതൽപുറ്റിനകത്തു നിന്ന് അങ്ങ് വീണ്ടും ജനിച്ചതിനാൽ അങ്ങയുടെ നാമം വാൽമീകി എന്നായിരിക്കും. ഈ വിധം ആശീർവദിച്ച് അനുഗ്രഹം നൽകി ആ മഹർഷികൾ അന്തർധാനം ചെയ്തു. വാൽമീകി തന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അനന്തരം ഗംഗയ്ക്കും ചിത്രകൂട പർവ്വതത്തിനും മധ്യേയുള്ള ഒരു മനോഹര സ്ഥലത്തേക്ക് അദ്ദേഹം രാമചന്ദ്രനെ ആനയിച്ചു. ആ പ്രദേശത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്ന അനവധി മുനികളുടെ പർണശാലകൾ നിരന്നു നിന്നിരുന്നു. സീതാ ലക്ഷ്മണ സമേതം സമാഗതനായ ദാശരഥിയെ താപസവൃന്ദം ഭക്തിപൂർവ്വം എതിരേറ്റ് സ്വീകരിച്ചു. ഈ ചിത്രകൂടത്തിൽ മുനികളായ നമ്മുടെ കൂട്ടത്തിൽ താമസിക്കുവാൻ രഘുവരൻ വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് ആനയിച്ചത്. ഇങ്ങനെ ആമുഖമായി പ്രസ്താവിച്ച് രാമനെ വാൽമീകി മറ്റ് മഹർഷികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറുമായി 2 മനോജ്ഞ നികുഞ്ചങ്ങൾ മുനിമാരുടെ സഹായ സഹകരണത്തോടെ സൗമിത്രി വിചിത്രമായി നിർമ്മിച്ചു. ഒന്ന് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കുമായിട്ടും മറ്റേത് തനിക്കായിട്ടുമാണ് ലക്ഷ്മണൻ ഉണ്ടാക്കിയത്. എന്നാലും രാത്രി മുഴുവൻ ലക്ഷ്മണൻ ഉറക്കമിളച്ച് കാവിൽ നിന്നിരുന്നു. അങ്ങനെ സുമിത്രാത്മജന്റെ ത്യാഗമസൃണമായ പരിസേവ്യത്താലും മുനിസഞ്ചയങ്ങളുടെ സൽസംഗമ സാമീപ്യത്താലും ഋഷികുമാരന്മാരുടെ സന്തോഷ സഹകരണത്താലും വിശിഷ്യ വാൽമീകി മഹർഷിയുടെ അനവരത സന്ദർശനങ്ങളാലും ജാനകി രാമചന്ദ്രന്മാർ അതീവ സുഖസംതൃപ്തികളോടെ പവിത്രമായ ചിത്രകൂടത്തിൽ ചിത്തസൗഖ്യം പൂണ്ട് പാർത്തുവന്നു. സുമന്ത്രർ അത്യധികം മനോവേദനയോടുകൂടി മന്ദമന്ദം രഥമോടിച്ച് അയോധ്യയിലെത്തി. ആകെ ശോകമൂകമായ അന്തരീക്ഷമാണ് അദ്ദേഹം അവിടെ കണ്ടത്. രാമാദികളെ അനുഗമിച്ച പൗരാവലികൾ മുഴുവനും അപ്പോഴും തിരിച്ചെത്തിക്കഴിഞ്ഞിരുന്നില്ല. ഒറ്റയും തെറ്റയുമായി അവർ വന്നുകൊണ്ടിരുന്നതേയുള്ളൂ. അദ്ദേഹം കൈകേയിയുടെ അന്തഃപുരത്തിന് പുറത്തു വന്നു നിന്നു. അത് കണ്ട് കൈകേയി വെളിയിൽ വന്ന് പറഞ്ഞു, മഹാരാജാവ് ഇവിടെ ഇല്ല, ഇത് നരകമാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും പോയി. ഇപ്പോൾ കൗസല്യയുടെ അന്തഃപുരത്തിലാണ് സ്വർഗസുഖം അനുഭവിച്ച് താമസിക്കുന്നത്. അത് കേട്ട് ആ മന്ത്രി പ്രവരൻ കൗസല്യയുടെ അന്തഃപുരത്തിന് വെളിയിൽ വന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. രാജാവിന്റെ അടുത്ത് ചെന്ന് തൊഴുതു നിന്നു. ദശരഥൻ ചോദിച്ചു, എന്റെ ഓമന മകൻ രാമൻ ഇപ്പോൾ എവിടെയാണ്? രാമനെയും സീതയെയും ലക്ഷ്മണനെയും കുറിച്ച് ചോദിച്ചുകൊണ്ട് മഹാരാജാവ് പൊട്ടിക്കരഞ്ഞു. സുമന്ത്രർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഗംഗാതടത്തിൽ നിഷാദരാജ്യമായ ശൃംഗിവേരത്തിൽ എത്തുന്നതുവരെ അടിയൻ അവരെ രഹസ്യമായി വീക്ഷിച്ചു. രഥത്തിൽ നിന്നും ഇറങ്ങി കാൽനടയായിട്ടാണ് അവർ അങ്ങോട്ട് യാത്ര ചെയ്തത്. രാവിലെ നിഷാദരാജാവായ ഗുഹൻ കൊണ്ടുവന്ന വടക്ഷീരത്തിൽ കേശഭാരം നനച്ച് അവർ ജടാമകുടങ്ങളും ചൂടി. ഇത്രയും ഒളിവിൽ നിന്ന് നോക്കി കണ്ടതിന് ശേഷമാണ് അടിയൻ ഇങ്ങോട്ട് തിരിച്ചത്. ദശരഥൻ പിന്നെയും ചോദിക്കുകയാണ്, അവരെങ്ങനെയാണ് നടക്കുന്നത്? രാമൻ മുമ്പെയാണോ അതോ പിമ്പെയാണോ? സുമന്ത്രർ പറഞ്ഞു, ഏറ്റവും മുമ്പിൽ രാമകുമാരൻ, അദ്ദേഹത്തിന്റെ പിറകിൽ സീതാദേവി, ഏറ്റവും പിറകിൽ ആയുധങ്ങളുമേന്തി ലക്ഷ്മണകുമാരൻ. ഇങ്ങനെയാണ് അവർ നടന്നുപോയത്. ഇതെല്ലാം കേട്ട് ദശരഥൻ നെഞ്ചുപൊട്ടി കരയുകയാണ്. അടുത്ത് തന്നെ കൗസല്യയും കണ്ണുനീരിൽ മുഴുകി നിൽപ്പുണ്ട്. ഊർമിളയും സുമിത്രയും 2 കരയുന്ന കാഞ്ചന പ്രതിമകൾ പോലെ അവരുമുണ്ട് അടുത്ത്. അപ്പോൾ പരിചാരകന്മാരും മറ്റുള്ളവരും എല്ലാവരും സുമന്ത്രരുടെ ഈ വിവരണം കേട്ട് സ്തംഭിച്ചു നിന്നുപോയി. ഒരു കനത്ത കണ്ണുനീരിന്റെ പെരുമഴ എല്ലാവരുടെ മുഖത്തും പെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് കൗസല്യ സങ്കടത്തോട് പറയുകയാണ്, കൈകേയിയുടെ മകനെ രാജാവായി വാഴിക്കുന്നതിന് എൻ്റെ മകനെ എന്തിനാണ് കാനനത്തിലേക്ക് അയച്ചത്?
ദശരഥൻ പറഞ്ഞു, പുണ്ണിൽ കൊള്ളിവെക്കുന്ന പോലെ കർണകഠോരമായ വാക്കുകൾ നീ പറയാതിരിക്കൂ കൗസല്യേ. സുമിത്രേ, ഊർമിളെ, സുമന്ത്രരെ, മന്ത്രിമാരെ, ഇനി ആരെല്ലാമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്, അവരെല്ലാവരും കേൾക്കട്ടെ. പ്രാണൻ വെടിയുന്ന സമയത്ത് ഒരു തപോധനൻ എന്നെ ശപിച്ചതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അദ്ദേഹം ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് തന്റെ പൂർവ്വകഥ പറയുകയാണ്. എന്റെ ചെറുപ്പകാലം അമ്പും വില്ലും ധരിച്ചുകൊണ്ട് മൃഗയാ വിനോദാർത്ഥം ഞാൻ സരയൂ നദീതീരത്തുള്ള ആരണ്യത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അർദ്ധരാത്രിയോട് അടുത്തിരിക്കും. ഒരു ഋഷികുമാരനപ്പോൾ ദാഹപരവശരായ മാതാപിതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് നദിയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടു പോകാനായി വന്നു. നല്ല ഇരുട്ട്. കയ്യിലിരുന്ന കുംഭം മുക്കി വെള്ളം നിറച്ചപ്പോഴുണ്ടായ ശബ്ദം ആന തുമ്പിക്കരത്തിൽ ജലം വലിച്ചെടുക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ശബ്ദം ലക്ഷ്യമാക്കി ശബ്ദവേദി എന്ന ബാണം ഞാൻ തൊടുത്തുവിട്ടു. മനുഷ്യരോദനം കേട്ട് ഞെട്ടിത്തരിച്ച് മനോവേദനയോടെ ഞാൻ പെട്ടെന്ന് നദീതീരത്തിലേക്ക് ഓടിച്ചെന്നു. ഒരു താപസകുമാരൻ എൻ്റെ അസ്ത്രമേറ്റ നിലത്ത് കിടന്ന് പ്രാണവേദനയോടെ പിടയ്ക്കുന്നു. ഞാൻ എന്തൊരു മഹാപാപമാണ് ചെയ്തത്. ബാലന്റെ പാദങ്ങളിൽ വീണ് ഞാൻ തൊഴുതപേക്ഷിച്ചു. കുമാര, എനിക്ക് മാപ്പ് തരണം. ഞാൻ അങ്ങ് കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കരത്തിൽ വെള്ളം മുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ ചെയ്തതാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. കുമാരൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ അവർ തപസ്വികളാണ്. വാർദ്ധക്യം ബാധിച്ച് ജരാനര പൂണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ ഇരിക്കുന്ന ആ ദമ്പതികളെ അങ്ങ് സമാശ്വസിപ്പിക്കുക. അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കുക. അതിനുശേഷം മാത്രമേ എൻ്റെ കാര്യം അങ്ങ് അവരോട് പറയാവുള്ളൂ. എൻ്റെ ഈ പ്രാണവേദന ഒന്ന് ശമിപ്പിക്കൂ. ഞാൻ മരിച്ചു കൊള്ളട്ടെ. ഈ അമ്പ് ഊരിത്തരാൻ പറഞ്ഞു. അങ്ങനെ ബാണം പറിച്ചതോടുകൂടി മുനികുമാരൻ മൃതിയടഞ്ഞു. ദുസ്സഹമായ ദുഃഖത്തോടെ കുടത്തിൽ നിറച്ച് വെള്ളവുമായിട്ട് അദ്ദേഹം ആ വൃദ്ധ ദമ്പതികളുടെ അടുത്ത് ചെന്നു. അപ്പോൾ അവര് വെള്ളത്തിനായി ദാഹിച്ചു വലഞ്ഞിരിക്കുകയായിരുന്നു. അവർക്ക് വെള്ളമൊക്കെ നൽകിയതിന് ശേഷം അദ്ദേഹം മകന്റെ കാര്യം പറയുകയാണ്. പുത്രന്റെ കാര്യമെല്ലാം അവരോട് പറഞ്ഞ് അവരോട് മാപ്പിരക്കുകയാണ്. ആ വൃദ്ധ താപസർ വളരെ നേരം കരഞ്ഞതിന് ശേഷം അവരെ പുത്രന്റെ അടുത്ത് കൊണ്ടുചെന്നാക്കാൻ അപേക്ഷിച്ചു. അങ്ങനെ അവരെ ചുമന്ന് മുനികുമാരന്റെ അടുത്ത് കൊണ്ടുചെന്നിരുത്തി. മകന്റെ മൃതഗാത്രം കെട്ടിപ്പുണർന്നുകൊണ്ട് ആ വൃദ്ധ മാതാപിതാക്കൾ കാണിച്ച സ്നേഹവാത്സല്യങ്ങളും പുലമ്പിയ രോദനങ്ങളും വിവരിക്കുവാൻ ആർക്കും കഴിയില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് ദശരഥൻ പറയുകയാണ്. ഇനിയും ഈ ജഡം ഇവിടെ ഇട്ടുകൊണ്ടിരിക്കേണ്ട, വേഗം ഒരു ചിത കൂട്ടി ഇതിനെ ദഹിപ്പിക്കാൻ അവർ പറഞ്ഞതനുസരിച്ച് അടവിയിൽ നിന്നും പെറുക്കിയെടുത്ത കാട്ടുകമ്പോൾ കൂട്ടി വലിയൊരു ചിത നിർമ്മിച്ച ആ ജഡം അതിലെടുത്ത് കിടത്തി തീയും കൊളുത്തി. അഗ്നി ആളിക്കത്തി തുടങ്ങിയ ആ സമയത്ത് ആ താപസ ദമ്പതികൾ മെല്ലെ മെല്ലെ നടന്ന് ചിതയുടെ അടുത്ത് വന്ന് പെട്ടെന്ന് അതിൽ ചാടി ആത്മഹത്യ ചെയ്തു. തീയിൽ ചാടുന്നതിന് മുമ്പ് ആ മുനിവര്യൻ ശാപസ്വരത്തിൽ കൽപ്പിച്ചു, രാജാവെ, അങ്ങും ഞങ്ങളെപ്പോലെ പുത്രശോകം അനുഭവിച്ചു മരിക്കും എന്ന്. ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഞാനും ഇപ്പോൾ മക്കളാരും അടുത്തില്ലാതെ പുത്രദുഃഖം അനുഭവിച്ച് ഇഹലോകവാസം വെടിയുന്നത് എന്ന് ദശരഥൻ പറയുകയാണ്. ഇങ്ങനെ തൻ്റെ ശാപകഥ പറഞ്ഞ് അവസാനിപ്പിച്ചതോടുകൂടി ആ രാജപുങ്കുവൻ മൂർച്ഛിച്ച് ബോധരഹിതനായി തീർന്നു. അല്പം കഴിഞ്ഞുണർന്ന് വീണ്ടും രാമ രാമ എന്ന് വിളിച്ച് കരഞ്ഞു. പിന്നെയും ബോധം മറഞ്ഞു. അതിൽ നിന്നും പിന്നീട് അദ്ദേഹം ഉണർന്നിട്ടില്ല. ഇടയ്ക്കിടെ രാമ രാമ എന്ന ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. ആ ശബ്ദവും നിലച്ചു. ആ കണ്ഠം അടഞ്ഞു. കണ്ണുകൾ മറിഞ്ഞു. രവികുല കൂടസ്ഥനായ ദശരഥന്റെ ദേഹം വെടിഞ്ഞ് സായുജ്യ പദമടഞ്ഞു. അയോധ്യയിലെ മാണിക്യമണിദീപം പൊലിഞ്ഞു.